السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നന്നാക്കണേ അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹുവേ, അവരെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ മജ്ലിസിൽ ഇരിക്കുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, അല്ലാഹുവേ അവരെ മുറാദിനെ നീ ഹസനാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ മജ്ലിസിലാണ്. ഇന്നലത്തെ മജ്ലിസ് ചില സാങ്കേതികമായ കാരണത്താൽ ഇല്ലായിരുന്നു. ചില ദിവസങ്ങളിലാണ് എന്തെങ്കിലും പരിപാടിയിലോ പ്രോഗ്രാമിലോ ആയിരിക്കുമോ മജ്ലിസ് ഉണ്ടാവൂല. ഇന്നലെ ചെറിയൊരു പ്രോഗ്രാമിലായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എത്താൻ ലേറ്റായി. അതുകൊണ്ടായിരുന്നു മജ്ലിസ് ഇല്ലാതിരുന്നത്. ഇന്നലത്തെ മജ്ലിസ് എല്ലാ ദിവസവും നമ്മളെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലെങ്കിൽ 5:30 സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 5:30 ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുക. എല്ലാവരും എത്തിച്ചേരും. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ അത് ശ്രദ്ധമായ ദിക്റാണ്. ഈ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. മുഅ്മിനീങ്ങളെ, നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞ് പടച്ച റബ്ബിന്റെ മുന്നിലല്ലാതെ ആരെ മുന്നിലാണ് നമ്മൾ പ്രയാസങ്ങൾ പറഞ്ഞു വെക്കുക? ആരോടാണ് നമ്മൾ പറയാ? ഈ ദിക്റ് ചൊല്ലി നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു വലിയ ഉത്തരം നൽകുന്ന മുഅ്മിനീങ്ങളെ, ഉത്തരം കിട്ടിയിട്ടുണ്ട്. ധാരാളം ആളുകൾക്കാണ് മജ്ലിസിൽ പങ്കെടുത്തതിന്റെ കാരണത്താൽ അവരെ പ്രയാസങ്ങൾ നീങ്ങിയത്, അവരെ ബുദ്ധിമുട്ടുകൾ നീങ്ങിയത്, അവരെ അസുഖങ്ങൾക്ക് പരിപൂർണ ശിഫാ ലഭിച്ചത്. അങ്ങനെ ധാരാളം അനുഭവങ്ങളാണ് ഓരോ ദിവസങ്ങളായി നമുക്ക് കേൾക്കുന്നത്. ഓരോ ദിവസങ്ങളായി ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇന്നലെ ഒരു ഉമ്മ എനിക്ക് വിളിച്ചിരുന്നു, സഹോദരി, ഒരു ഉമ്മ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, തങ്ങളെ എൻ്റെ മകന്റെ കല്യാണം റെഡിയായിട്ടില്ല, റെഡിയാവുന്നില്ല. ഞാൻ മജ്ലിസിലിരുന്നു, നേർച്ച വെച്ച് ഞാൻ മജ്ലിസിലിരുന്നു. അൽഹംദുലില്ലാഹ് എൻ്റെ നേർച്ച മൊത്തം ഇതായിരുന്നു. ഓരോരോ ദിക്റ് ചൊല്ലുമ്പോഴും ഞാൻ എൻ്റെ മകന്റെ കല്യാണം റെഡിയാവണം, ഒരു ഹൈറായ ഒരു ബന്ധം എനിക്ക് എൻ്റെ മകൻക്ക് ഉണ്ടാവണം, അതിന്റെ കണ്ണുകളെ കൊണ്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്ന നിയ്യത്തോടു കൂടി ഞാൻ മജ്ലിസിലിരുന്നു. ഓരോരോ തങ്ങൾ പറയുന്ന ഓരോരോ ദിക്റ് ചൊല്ലി ആ ദുആയിൽ ഞാൻ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ്. ഇന്നലെയാണ് ഒരു കാര്യം വന്നത് തങ്ങളെ. ഇന്നലെയാണ് എനിക്ക് സഹോദരി വിളിച്ചത്. മിനിഞ്ഞാന്നായിരിക്കും എന്നോട് ഇന്നലെ എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഒരു കാര്യം വന്നു. അൽഹംദുലില്ലാഹ്, നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്കും താല്പര്യമാണ്. ഇത് നടന്നു കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം. തങ്ങളെ നടന്നു കിട്ടാൻ ദുആ ചെയ്യും. ഇതുവരെ നമ്മളെ വീട്ടിലേക്കൊരു കാര്യം വന്നിട്ടില്ല. മകന്റെ കാര്യം പറഞ്ഞ ഒരു വീട്ടിലേക്കൊരു കാര്യം വന്നിട്ടില്ല. മജ്ലിസിൽ പങ്കെടുത്തപ്പോൾ ഒരു ഹൈറായ ഒരു കാര്യം വന്നിട്ടുണ്ട്. അതൊന്ന് ഹൈറാവാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യും. എല്ലാവരും ദുആ ചെയ്യണം മജ്ലിസിൽ അവർക്ക് വേണ്ടി. ധാരാളം ആളുകളാണ് പല മുറാദുകൾ പറഞ്ഞുകൊണ്ട് എഴുതി അറിയിക്കുന്നവർ. നമ്മൾ മജ്ലിസിൽ മുറാദുകൾ ഹാസിലായ ആളുകൾ
ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് മുറാദുണ്ടെങ്കിലും മജ്ലിസിലിരിക്കുക, ഈ ദിക്റിലൊക്കെ പങ്കെടുക്കുക. മുറാദുകൾ ഹാസിലാവും. അത്ഭുതകരമായിട്ട് നിങ്ങളെ മുറാദുകൾ, നിങ്ങളെ കാര്യങ്ങൾ നടക്കുന്നതായി കാണാം. നല്ല പ്രഭാത സമയം, രാവിലെ സമയം, സുബഹി നിസ്കാരം. ഞാൻ എല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ ഒരു ദിവസത്തെ ബർക്കത്ത് നമുക്ക് തീരുമാനിക്കുന്നത് സുബഹി നിസ്കാരം. പിന്നെ നമ്മൾ ചൊല്ലുന്ന ദിക്ർ വലിയ മഹത്തമാക്കപ്പെട്ട ദിക്ർ ചൊല്ലിയാൽ, ഈ പ്രഭാത സമയത്ത് ചൊല്ലിയാൽ വലിയ ബർക്കത്ത് ഉണ്ടാവും. നമ്മൾ ചൊല്ലണ മജ്ലിസ് ഏതാ? സയ്യിദിയ മജ്ലിസ്, സാദാത്യങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസ്. മഹാനായ ഉപ്പാപ്പ ഇന്തോനേഷ്യയിലെ അജീർ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ഹസൻ ജവലുൽ ഉപ്പാപ്പ, ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസ് വെറുതെയാവോ? നമ്മൾ ചൊല്ലിയതും നമ്മൾ ദുആ ചെയ്തതും വെറുതെയാവോ? ഇല്ലെന്ന് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഈ മജ്ലിസിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളാണ് മജ്ലിസിലേക്ക് ആളുകളെ കൂട്ടേണ്ടത്. അറിയാത്തവരുണ്ടാവും, അവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. അഞ്ചരന്റെ മജ്ലിസ്, തങ്ങളെ മജ്ലിസ് ഉണ്ടാകും. കൂടുതലായിട്ടുള്ള ദിക്റുകളൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ, മജ്ലിസിൽ പങ്കെടുക്കുന്ന അറിയാലോ. ഒരു ബർക്കത്തിന് ഈ പ്രഭാത സമയത്ത് ചുരുങ്ങിയത് 1 മണിക്കൂർ തയ്ച്ചുണ്ടാവില്ല. നമ്മളെ മജ്ലിസ് ഉണ്ടാവോ? ഇല്ല, 1 മണിക്കൂർ തയ്ച്ചില്ല. അതിൽ ചൊല്ലുന്ന ദിക്ർ, ദുആകൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. മുറാദ് വായിച്ച് നമുക്ക് ദുആ ചെയ്യണം. എന്ത് മുറാദ് ഉണ്ടെങ്കിലും നമ്മൾ വായിക്കാറില്ലേ? മജ്ലിസിൽ വായിക്കാറില്ലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു അത്ഭുതം മജ്ലിസ്. അല്ലാഹു നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണേ. നിങ്ങൾ ഇരുന്നാ മതി, നിങ്ങൾ ഇരുന്നണ്ട് ചൊല്ലിയാ മതി. അല്ലാഹു നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ്. ഈ പ്രഭാത സമയത്ത് നമ്മള് മഹാന്മാരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയ മഹത്തമാക്കപ്പെട്ട മജ്ലിസാണ്, വലിയ മഹത്തമാക്കപ്പെട്ട മജ്ലിസാണ്. ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയതാണ്. ഞാൻ ഇടയ്ക്ക് ഓരോ ഓർമ്മ വരുമ്പോൾ പറയുന്നത് മാത്രമാണ്. അങ്ങനെ ധാരാളം കേസുകളുണ്ട്, ചെറുതും വലുതുമായ ധാരാളം കേസുകൾ. ഓരോരുത്തര് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വന്നുകൊണ്ട് സമീപിക്കുന്നവർ പറയുന്നതാണ്, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തിരുന്നു, എൻ്റെ ആ മുറാദ് റെഡിയായി, ജോലി റെഡിയായി മകൻക്ക്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി റെഡിയായി, മകളെ കല്യാണം, മകന്റെ കല്യാണം നടന്ന്. എത്രയോ ആളുകൾ പറയാറുണ്ട്, ഇൻഷാ അല്ലാഹ് ഇരുന്നോ, വലിയ പ്രതിഫലം ലഭിക്കുന്ന, നിങ്ങളെ മുറാദ് ഹാസിലാക്കുന്ന അത്ഭുതകരമായിട്ടുള്ള മജ്ലിസ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ട് പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ഫാത്തിഹ വിളിച്ച് ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് കടക്കാം. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاير بدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين
وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്തുണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ
أستغفر الله العظيم 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 أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ് ശുദ്ധീകരിക്കണേ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല് ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല് കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുകളുള്ള ഒരു മജ്ലിസിലുണ്ട് അല്ലാഹ് നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ് ഒരു വീടില്ലാത്തവര് വീടിന് കൊതിക്കുന്നവര് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ് അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ് പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ് തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്
അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور
وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي اللهم صل على النور وأهلي അർഹമുർറഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർറഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലേ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലേ നീ കൊടുക്കല്ലോ ഒരു മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങള് എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് നീ കൊയക്കല്ലോ നീ തളർത്തല്ലോ അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ മജ്ലിസിലെ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കാം ഇൻഷാ അല്ലാഹ്. എനിക്ക് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ടെസ്റ്റ് പാസ്സായി കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. ആ പൊന്നു മോൻക്ക് അല്ലാഹുവേ ആ ഡ്രൈവിംഗ് ലൈസൻസ് എത്രയും പെട്ടെന്ന് അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. ടെസ്റ്റിൽ വലിയ വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് മുറാദ് ഹാസിലാവാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പ, മുറാദ് ഹാസിലാവാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പ, വിഷമങ്ങൾ മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ, ഇരുലോക വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ. മുറാദ് നീ എന്ത് മുറാദാണെങ്കിലും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളിൽ അല്ലാഹു അവരെ നീ ചേർക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. ഞങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എല്ലാ ദുആയിലും ഉണ്ടാവും. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനും ദുആ ചെയ്യണേ. നിസ്കാരത്തിന് പിന്നിലാണ്, 5 നേരം പള്ളിയിൽ പോയി അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭർത്താവിനും മകൻക്കും എല്ലാവർക്കും അത് തോന്നിപ്പിക്കാൻ തങ്ങളെ മജ്ലിസ് കാണുന്ന ആളാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എല്ലാത്തിനും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും, ഇവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ മക്കൾക്കും ഭർത്താവിനും നിസ്കരിക്കാനുള്ള മനസ്സിനെ കൊടുക്കണം അല്ലാഹ്. ഭാര്യയെ സ്നേഹിക്കുന്ന നല്ല ഭർത്താവാക്കണം അല്ലാഹ്. അവര് ഇടയിലുള്ള സ്നേഹം നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. കടങ്ങൾ മുഴുവൻ വീടാൻ മകന്റെ കല്യാണം റാഹത്തായി നടക്കാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യണേ. എന്നും മജ്ലിസിൽ കാണുന്നവരാണ് എഴുതി അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്കുന്നവർ സ്ഥിരമായി മജ്ലിസ് കാണും, എന്നാലും അവർക്കുള്ള ദുആയിൽ അവർക്കും കൂടി പങ്കെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. കടങ്ങൾ മുഴുവൻ വീഴാനും മകന്റെ കല്യാണം റാഹത്തായി നടക്കാനും വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ. കടങ്ങൾ അല്ലാഹുവേ നീ എന്ത് ഭാരിച്ച കടമാണെങ്കിലും വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മകൻക്ക് ഖൈറായ ഒരു ബന്ധം, ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ദുആയിൽ ഉൾപ്പെടുത്തണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്.
സന്തോഷത്തിനും സമാധാനത്തിനും ദുആ ചെയ്യണേ തങ്ങളുപ്പാ. മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ സന്തോഷം നീ നിറക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും മനസ്സമാധാനവും നീ നിറക്കണേ അല്ലാഹ്. മോന് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കൾ നന്നാവാൻ ദുആ ചെയ്യണം അല്ലാഹു. മക്കൾ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. എൻ്റെ കുടുംബ ജീവിതം ഖൈറാകാനും എൻ്റെ മോളുടെ അസുഖം കംപ്ലീറ്റ് മാറാനും ദുആ ചെയ്യണം അല്ലാഹുവേ. കുടുംബ ജീവിതം ഖൈറിലാക്കണേ തമ്പുരാനെ. മകൾക്ക് എന്ത് അസുഖമാണെങ്കിലും അല്ലാഹു ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. അസ്സലാമു അലൈക്കും തങ്ങളുപ്പാ. എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും മാറാൻ കടങ്ങൾ വീടാനും തങ്ങളുപ്പാ ദുആ ചെയ്യുന്നു. മജ്ലിസിൽ ഇരിക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ് സമാധാനമാണ്. ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അവർക്ക് കൊടുക്കണേ അല്ലാഹ്. മജ്ലിസിൽ പങ്കെടുക്കുന്നതിന്റെ കാരണത്താൽ അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണം. ദുആ വസിയത്തോടെ തങ്ങളുപ്പാ ഇൻഷാ അല്ലാഹ്. എൻ്റെ മോന് 33 വയസ്സായി. ഖൈറായ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ഖൈറായ ഒരു ഇണയനെ അടുപ്പിക്കണേ അല്ലാഹ്. ആ പൊന്നുമോൻ ഖൈറായ ഇണയനെ അടുപ്പിക്കണേ അല്ലാഹ്. എൻ്റെ ഭർത്താവിന് എൻ്റെ വീട്ടുകാരെ ഇഷ്ടമില്ല. എൻ്റെ ഭർത്താവ് അവരോട് മിണ്ടാൻ നല്ല മനസ്സ് കൊടുക്കാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. അവരെ വീട്ടുകാരുമായി ഖൈറായ നിലയിൽ ബന്ധം പുതുക്കാൻ ആ ഭർത്താവിന് മനസ്സിന് ഇട്ട് കൊടുക്കണേ അല്ലാഹ്. മകന്റെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം അല്ലാഹു. എത്രയും പെട്ടെന്ന് മകൻക്ക് ഒരു ഇണയനെ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ഇണയനെ അടുപ്പിക്കണേ അല്ലാഹ്. മകന്റെ കടങ്ങൾ വീടാൻ ദുആ ചെയ്യണേ അല്ലാഹു. എത്രയും പെട്ടെന്ന് കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാവാൻ ദുആ ചെയ്യണേ. എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ. എൻ്റെ മകൾക്കൊരു കുട്ടിയുണ്ട്. അത് മറ്റൊരുത്തനുമായി ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അത് പിന്തിരിപ്പിക്കാനുള്ള മനസ്സ് അവർക്ക് ഇട്ട് കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് തിരിഞ്ഞു പോകാനുള്ള മനസ്സിന് ഇട്ട് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ എൻ്റെ മാരേജ് ശരിയാവാൻ ദുആ ചെയ്യണം. എനിക്ക് 30 വയസ്സായി. വളരെ വിഷമത്തിലാണ്. അല്ലാഹു എത്രയും പെട്ടെന്ന് ഖൈറായൊരു ഇണയനെ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ്. എല്ലാ ദുആ വസിയത്തുകളും നമ്മൾ വായിക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിലും എന്തെല്ലാമാണോ ദുആ വസിയത്തുകൾ നിങ്ങൾക്കുള്ളത് എന്തും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഇവിടെ അത് വായിക്കും ഇൻഷാ അല്ലാഹ്. മജ്ലിസിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് വായിക്കും. അല്ലാഹു ഈ എഴുതി അറിയിച്ചവരുടെ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കം ചെയ്യണേ അല്ലാഹ്. അവർക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മജ്ലിസിൽ എന്നും പങ്കെടുക്കുന്നവരും മജ്ലിസ് മുടങ്ങിയാൽ ഞാൻ പറഞ്ഞു ഇന്നലെ മജ്ലിസ് ഇല്ലായിരുന്നു. ചില പ്രയാസങ്ങൾ കൊണ്ടൊരു പരിപാടിയിൽ പെട്ട് അവിടെ നിങ്ങോട്ട് എത്താൻ വൈകിയതിന്റെ കാരണത്താൽ മജ്ലിസ് മുടങ്ങിപ്പോയി. അങ്ങനെ ഇൻഷാ അല്ലാഹ് മജ്ലിസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് മുടങ്ങുന്ന സമയത്ത് വിളിക്കുന്ന ആളുകൾ ഇന്നലെ തന്നെ ധാരാളം വാട്സപ്പിൽ മെസ്സേജ് ആണ്. തങ്ങൾ എന്തായാലും മജ്ലിസ് ഇല്ലായിരുന്നല്ലോ ഇന്നലെ. അങ്ങനെ ചോദിച്ച് മജ്ലിസ് വിളിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ സ്നേഹം കൊണ്ടാണ് ഈ മജ്ലിസിന് അതിരട്ടി ഇഷ്ടം വെച്ചവരാണ്. അതിരട്ടി ഇഷ്ടം വെച്ചവരാണ്. ഹൃദയത്തോട് ചേർത്ത് അല്ലാഹു അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവർക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായും ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. അല്ലാഹു നീ സ്വീകരിക്കണം അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ് അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമുർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ് ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് ഉത്തരം നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹുവേ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ് അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ് മക്കളെ നന്നാക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ് നീ കൊടുക്കല്ലേ അല്ലാഹ് റൗഡികളാക്കല്ലേ അല്ലാഹ് തമ്മാടികളാക്കല്ലേ അല്ലാഹ് വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് കടമാണ് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് തങ്ങളെ ലക്ഷക്കണക്കിന് കടമുണ്ട് കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ് അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ് നീ എളുപ്പമാക്കണേ തമ്പുരാനെ ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ് ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്
ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഖൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്. നീ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്. അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ്, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്. അവരെ നീ കൊയക്കല്ല അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടിക്കൊടുക്കല്ല
കൊടുക്കണമല്ലോ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണമല്ലോ. അവരെ മുസീബത്തുകൾ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണമല്ലോ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ. നീ എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. വിശാല നൽകണേ അല്ലാ. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനിയെ ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.